ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആകെ കൂടെ പെട്ട അവസ്ഥയിലാണ് മേഘ ഉള്ളത്. കാരണം അവളുടെ മകളെ പ്രിയമോളെ കൂടെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. മേഘ കുഞ്ഞിനോട് ഇനി ഗവൺമെൻറ് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞും വാശി പിടിക്കുന്നുണ്ട്. വേണ്ട, എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉള്ളത്, എനിക്ക് ഇവിടെ തന്നെ പോകണമെന്ന്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിന് പ്രിയയെ തല്ലുവാണ്. അപ്പോൾ മുത്തശ്ശിയും മനോഹരനും പറയുന്നുണ്ട്, എന്തിനാ കുഞ്ഞിനെ തല്ലുന്നത്, കുഞ്ഞിനെ അവിടെ തന്നെ പഠിപ്പിച്ചുകൂടെയെന്നൊക്കെ. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അതിനുള്ള പൈസ എൻ്റെ കയ്യിലില്ലല്ലോ എന്ന്. ഞാൻ വിശ്വസിച്ചവരൊക്കെ എന്നെ ചതിച്ചിരിക്കുകയാണ്. അപ്പോൾ മനോഹരൻ പറയാണ്, മേഘ നീ കൂട്ടുകൂടിയ എല്ലാ ആൾക്കാരും ഫ്രോഡുകളായിരുന്നു, അത് കാരണമാണ് നിനക്ക് ഈ ഒരു അബദ്ധം സംഭവിച്ചത്. അപ്പോൾ മേഘ കൂടുതലൊന്നും പറയാതെ ദേഷ്യത്തോടെ അകത്തേക്ക് പോവാണ്. മനോഹരൻ പിന്നിന്ന് മേഘ മേഘ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും അവൾ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ മുത്തശ്ശി മനോഹരനോട് പറയാണ്, മതി, വിളിക്കണ്ടെന്ന്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പ്രിയ ഇരുന്ന് ഇങ്ങനെ പുറത്തുനിന്ന് കരയാണ്. അത് കണ്ടിട്ടാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അവൾ വാത്സല്യത്തോടെ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ പ്രിയമോൾ ഇരുന്ന് കരയുന്നത്? പ്രിയ ആദ്യം പറയാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ചന്ദ്രിക സ്നേഹത്തോടെ ചോദിക്കുകയാണ്, മോളെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? അതെ ആൻറ്റി. ആരാ എൻ്റെ മോളെ വഴക്ക് പറഞ്ഞത്? എൻ്റെ അമ്മയെ എന്നെ വഴക്ക് പറഞ്ഞത്. എന്തിനാ മോളെ വഴക്ക് പറഞ്ഞത്? ഞാൻ സ്കൂൾ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറയാണ് സ്കൂൾ ഫീസൊന്നും അടയ്ക്കാൻ പറ്റില്ല, എന്നെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റാൻ പോവുകയാണെന്ന്. അതും പറഞ്ഞ് പ്രിയ കരയാണ്. പക്ഷേ എനിക്ക് സ്കൂളിൽ നിന്ന് പോകണ്ട, എനിക്ക് ഈ സ്കൂളിൽ തന്നെ പഠിച്ചാൽ മതി, എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെയല്ലേ ഉള്ളത്, ഞാൻ ഇവിടെ നിന്ന് പോവില്ല. പ്രിയ കരഞ്ഞ് പറയുന്നത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുവാണ്. അമ്മ എന്തുകൊണ്ടാണ് സ്കൂൾ ഫീസ് അടയ്ക്കില്ല എന്ന് പറഞ്ഞത്? അപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രിയ പറയാണ്, അമ്മയുടെ കയ്യിൽ പണയില്ലെന്നാണ് പറയുന്നത്. പ്രിയ കരയുന്നത് കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ പറയുന്നുണ്ട്, ശരി മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ മോളുടെ സ്കൂൾ ഫീസ് അടച്ചോളാം, മോൾക്ക് ആ സ്കൂളിൽ തന്നെ പഠിക്കാം. എന്നിട്ട് പ്രിയയുടെ കണ്ണ് തുടച്ചോട് പറയാണ്, ശരി ഇനി കരയരുത്, മോൾക്ക് ആ സ്കൂളിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രിക ആൻറ്റി വന്ന് മോളുടെ അമ്മയോട് സംസാരിച്ചോളാം. ഓക്കെ, ശരി ആൻറ്റി. പ്രിയയുടെ കവിളിൽ ഉമ്മ വെച്ചിട്ട് അവളോട് പോകാൻ പറയുകയാണ്. പ്രിയ ഓടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ചന്ദ്രിക വല്ലാത്തൊരു വിഷമത്തോടെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അരിയിലെ കല്ല് പെറുക്കുന്ന മുത്തശ്ശിയാണ്. തൊട്ടടുത്തായിട്ട് മനോഹരൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ അനിയനോട് പറയാണ്, എടാ മനോഹര, ഈ അരിയിൽ നിറയെ കല്ലാണല്ലോ, ഇത് വെച്ച് ചോറുണ്ടാക്കി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറുമോയെന്ന് അറിയില്ല, പക്ഷെ ജീവൻ പോകുന്നുള്ള കാര്യം ഉറപ്പാ. അയ്യോ എൻ്റെ ചേച്ചി, ആദ്യം കണ്ണടയിട്ട് അരിയിൽ നിന്ന് കല്ല് പെറുക്ക്, അല്ലെങ്കിൽ കല്ലാണെന്ന് കരുതി നിങ്ങൾ അരിയും കൂടെ എടുത്ത് കളയുമായിരിക്കും. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരികയാണ്. ഓ, നിന്റെ കണ്ണ് നല്ല കാഴ്ചയുള്ള കണ്ണാണല്ലോ അല്ലേ, പിന്നെ നോക്ക്, എൻ്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞ് മനോഹരൻ കണ്ണ് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ തന്നെ നേരിട്ട് വന്ന് കല്ല് പെറുക്ക്. അത് കേട്ടപ്പോൾ മനോഹരനാകെ പെട്ട അവസ്ഥയായി. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, അയ്യോ, അരിയിലെ കല്ലൊക്കെ പെറുക്കല് പെണ്ണുങ്ങളുടെ ജോലിയാണ്, അതുകൊണ്ടാണല്ലോ നിന്നോട് വന്ന് പെറുക്കാൻ പറഞ്ഞത്. നിന്നെ ആരാ ആണായിട്ട് കണ്ടിട്ടുള്ളത്? വന്ന അരിയിലെ കല്ല് പെറുക്കടാ. എന്താ ചേച്ചി ഇങ്ങനെ നാണം കെടുത്ത് സംസാരിക്കുന്നത്? ഞാൻ കല്യാണം കഴിക്കുന്നതാണെന്ന് വിചാരിച്ച് എന്നെ പെണ്ണായിട്ട് കാണാനാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഭാഗ്യം ആരും കേട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പെറുവിറുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മേഘ അകത്തു നിന്ന് ഇറങ്ങി വരുന്നത്. മുത്തശ്ശി, അരിയിലെ കല്ലൊക്കെ പെറുക്കി കഴിഞ്ഞോ? വെള്ളം തിളച്ച് മറിയാണ് എന്ന് പറഞ്ഞ സമയത്ത് മനോഹരൻ മേഘയോട് പറയാണ്, വെള്ളം തിളച്ച് മറിയുന്നുണ്ടെങ്കിൽ മേഘക്ക് അതിലേക്ക് ചാടിക്കൂടായിരുന്നോ? അത് കേട്ട സമയത്ത് മേഘ ദേഷ്യത്തോടെ അയാളെ നോക്കുന്നുണ്ട്. മേഘയുടെ നോട്ടം കണ്ടപ്പോൾ മനോഹരന് പന്തികേട് മനസ്സിലായി. ഞാൻ ചുമ്മാ ഒരു ഒഴുക്കിന്. അങ്ങനെ ആ സമയത്താണ് ചന്ദ്രിക ധൃതിപ്പെട്ട് അവരെ വീട്ടിലേക്ക് വരുന്നത്. അവർ 3 പേരും ഒന്നിച്ചാണ് അത് കാണുന്നതും. അല്ല, ഇതെന്താ ചന്ദ്രിക നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്. അല്ല ചേച്ചി, ഒരുപക്ഷെ നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തിട്ട് നമ്മളെ ആ വലിയ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വരുന്നതായിരിക്കുമോ? അപ്പോൾ മേഘ പറയുന്നുണ്ട്, ചന്ദ്രികയെ ജയിച്ചാൽ മാത്രമേ മാമ ആ വീട്ടിൽ ഞാൻ വീണ്ടും കയറി പോവുള്ളൂ. നടന്നത് തന്നെ മനോഹരൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ ജന്മത്തിൽ നമുക്ക് ആ വീട്ടിൽ പോകാൻ പറ്റില്ലെന്നാണോ നീ പറയുന്നത്? വലിയ ആള് വന്നിരിക്കുന്നു. മനോഹരന് പോലും മേഘയോട് പുച്ഛം തോന്നുവാണ്. മുത്തശ്ശി അത് കേട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. മേഘ നോക്കി നിൽക്കെ ചന്ദ്രിക അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക വന്നപ്പോൾ തന്നെ മേഘയോടാണ് ഡയറക്റ്റ് സംസാരിക്കുന്നത്. മേഘ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. എന്താ കാര്യം? പ്രിയയെ നീ വേറെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോവാണെന്ന് കുഞ്ഞിനോട് പറഞ്ഞോ? ആ, പറഞ്ഞു. സ്കൂൾ ഫീസ് അടക്കാൻ പറ്റാത്തത് കൊണ്ടാണോ നീ പ്രിയയെ വേറെ സ്കൂളിൽ അയക്കുന്നത്? അതെ. മേഘ മറുപടി പറയും മുന്നേ തന്നെ മനോഹരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നീ പ്രിയക്ക് സ്കൂൾ ഫീസ് അടക്കണ്ട, ഞാൻ അടച്ചോളാം.
അത് കേട്ടപ്പോൾ മനോഹരനും മുത്തശ്ശി ഇങ്ങനെ ഞെട്ടിയിട്ട് നോക്കുവാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, പ്രിയ ആ സ്കൂളിൽ തന്നെ പഠിച്ചോട്ടെ, അവളെ വേറെ സ്കൂളിലേക്ക് അയക്കുകയൊന്നും വേണ്ട. പക്ഷേ അപ്പോൾ തന്നെ മേഘ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, നീ തരുന്ന ഭിക്ഷയിൽ എൻ്റെ മോള് പഠിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മോള് സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചോളും. പിന്നെ മുത്തശ്ശിക്കും മനോഹരനും ദേഷ്യം വരികയാണ് മേഘയുടെ അഹങ്കാരം നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ. അപ്പോൾ ചന്ദ്രിക വീണ്ടും മേഘയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂള്. അവിടെയാണ് അവളുടെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടുന്ന് അവളെ നീ മാറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ അവൾക്ക് വല്ലാതെ മിസ് ചെയ്യും. പക്ഷേ മേഘയ്ക്ക് അത് കേട്ടിട്ടൊന്നും വലിയ കുലുക്കമൊന്നുമില്ല. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അവൾ ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് ഈ പ്രായത്തിൽ അവൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അതൊക്കെ അവളെ വല്ലാതെ വിഷമിപ്പിക്കും. ദയവ് ചെയ്ത് അവിടെ നിന്ന് അവളുടെ TC ഒന്നും നീ വാങ്ങിക്കരുത്. ഞാൻ നാളെ തന്നെ പോയിട്ട് ഫീസ് അടച്ചോളാം. പക്ഷേ മേഘയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. മേഘ പറയാ, ഇങ്ങോട്ട് നോക്ക്, അവൾ എൻ്റെ മകളാണ്, അവൾ എവിടെ പഠിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, അത് നീ തീരുമാനിക്കേണ്ട കാര്യമില്ല. മേഘ പറയുന്നത് കേട്ടപ്പോൾ മനോഹറിന് ദേഷ്യം കയറുവാണ്. പക്ഷേ മുത്തശ്ശി അവരുടെ ആ ഒരു ദേഷ്യം അടക്കി നിർത്തുന്നില്ല. മേഘയോട് തന്നെ പറയാണ്, മേഘ, ചന്ദ്രിക ഫീസ് അടക്കാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ വേണ്ടാന്ന് പറയുന്നത്? മുത്തശ്ശി, എൻ്റെ മകളെ പഠിപ്പിച്ചത് ചന്ദ്രികയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മുന്നിലും അവൾ എന്നെ നാണം കെടുത്തും. മേഘയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ മുത്തശ്ശിക്ക് തോന്നുകയാണ് ഇവൾക്ക് തീരെ ബുദ്ധിയില്ലേന്ന്. അപ്പം മേഘ വലിയ ആളെ പോലെ പറയുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണോ? ചന്ദ്രിക ചിന്തിക്കുകയാണ്, ഈ ഒരു കാര്യത്തിനാണോ അവൾ കുഞ്ഞിൻ്റെ ഭാവി നശിപ്പിക്കുന്നതെന്ന്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, അല്ല മേഘ, മാനം എന്നൊന്നുണ്ടെങ്കിലല്ലേ നമുക്ക് അപമാനം എന്നൊന്ന് വരുള്ളൂ. മേഘ ദേഷ്യത്തോടെ മനോഹരനെ നോക്കുമ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, നമുക്ക് മാനം എന്ന് പറഞ്ഞതൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ വീട്ടിൽ താമസിക്കുമായിരുന്നോ? ശരിയാണെന്നുള്ള അർത്ഥത്തിൽ മുത്തശ്ശിയും തലയാട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ മേഘ ചന്ദ്രികയ്ക്ക് മുന്നിൽ വെച്ചിട്ട് അവരെ അപമാനിക്കുന്നത് കൊണ്ട് തന്നെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. ചന്ദ്രികയാണെങ്കിൽ അവരുടെ സംസാരം കേട്ടിട്ട് ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മനോഹരൻ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ മനോഹരൻ, നീ പറഞ്ഞത് കറക്റ്റാണ്. എന്നിട്ട് മേഘയെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മളൊക്കെ കുറച്ച് മാനം കെട്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ മേഘ രണ്ടുപേരോടായിട്ട് പറയാണ്, നിങ്ങൾ രണ്ടുപേരും കുറച്ച് നേരത്തേക്കൊന്ന് വായ് പൂട്ടി നിൽക്കാമോ? ഓ, അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. അപ്പോൾ മേഘ ചന്ദ്രികയോട് പറയാണ്, ദേ ഇങ്ങോട്ട് നോക്ക് ചന്ദ്രിക, എൻ്റെ മകളുടെ കാര്യത്തിൽ നീ തലയിടേണ്ട കാര്യമില്ല. പിന്നെ എന്താ പറയേണ്ടതെന്ന് ചന്ദ്രികയ്ക്ക് അറിയില്ലായിരുന്നു. തിരിച്ചു പോരേ അവൾക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് മനീഷിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പ്രിയ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ മനോഹരനാണ് ആദ്യം അത് കാണുന്നത്. മനോഹരൻ മേഘയോട് പറയുന്നുണ്ട്, മേഘ അങ്ങോട്ടേക്ക് നോക്ക്. പ്രിയയുടെ കൈയും പിടിച്ച് വരുന്നത് ആരാണെന്ന് കണ്ടോ? അത് കണ്ടപ്പോൾ മേഘ അങ്ങോട്ടേക്ക് നോക്കുവാണ്. മനീഷിൻ്റെ കൈ പിടിച്ച് പ്രിയ വരുന്നത് കണ്ടപ്പോൾ തന്നെ മേഘയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തെത്തിയ സമയത്ത് മനീഷ് ചോദിക്കുന്നുണ്ട്, എന്താ മേഘ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, നീ എന്തിനാ വന്നത് അത് മാത്രം പറ. പ്രിയക്ക് നീ സ്കൂൾ ഫീസ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ സ്കൂളിൽ പോയി ഫീസ് അടച്ചിട്ട് റെസിപ്റ്റ് വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മനീഷ് അവൻ്റെ പോക്കറ്റിൽ നിന്ന് റെസിപ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി മേഘയോട് ചോദിക്കുന്നുണ്ട്, പിന്നെ ചന്ദ്രിക ബില്ലടക്കാന്ന് പറഞ്ഞ സമയത്ത് നീ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ മനീഷ് പോയിട്ട് പ്രിയയുടെ സ്കൂൾ ഫീസും അടച്ചിട്ട് അതിൻ്റെ റെസിപ്റ്റും വാങ്ങിച്ചിട്ട് വന്നു. ഇനി പറ, ഇനി നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? പക്ഷെ മേഘ ആകെ നാണം കെട്ട് അപമാനത്തോടെ നിൽക്കുവാണ്. കാരണം മനീഷ് പ്രിയയുടെ അച്ഛനാണല്ലോ. അതുകൊണ്ട് മേഘയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മേഘയ്ക്കുള്ള സർവ്വ സ്വാതന്ത്ര്യവും മനീഷിനും പ്രിയയുടെ കാര്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി, പക്ഷേ മനീഷ് പ്രിയയുടെ അച്ഛനായത് കാരണം മേഘയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മുത്തശ്ശിയും മനോഹരനും തന്നെ തനിക്കെതിരെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മേഘ ഇങ്ങനെ നാണക്കേടോടെ നിൽക്കുവാണ്. ആർക്കൊപ്പാണ് അവളുള്ളത്, അവർ പോലും അവളുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മനോഹരൻ ചേച്ചിയോട് പറയുന്നുണ്ട്, മേഘ എന്തായാലും വേണ്ട എന്ന് പറയില്ല. എന്താ മേഘ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മനോഹരൻ ചോദിച്ചപ്പോൾ മേഘ നേരെ മനീഷിനോടാണ് ചോദിക്കുന്നത്, മനീഷ്, നീ എന്തിനാ പ്രിയയുടെ സ്കൂൾ ഫീസ് അടച്ചത്? മനീഷ് ദേഷ്യത്തോടെ പറയാണ്, പ്രിയ എൻ്റെ മകളാണ്, എൻ്റെ മകളുടെ ഫീസ് ഞാൻ അടക്കാതെ മറ്റാരാ അടക്കുക? മേഘ തലതാഴ്ത്തി നിൽക്കുകയാണ്. മുത്തശ്ശിക്കും മനോഹരനും മനീഷിൻ്റെ മറുപടി ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മനീഷ് പ്രിയയോട് പറയാണ്, പ്രിയ, ഇനി മോളുടെ സ്കൂൾ ഫീസൊക്കെ അച്ഛൻ അടച്ചോളാം. താങ്ക് യു അച്ഛാ. പ്രിയ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ മുത്തശ്ശിക്കും മനോഹരനും ഒക്കെ സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രികയും സന്തോഷത്തോടു കൂടി മനീഷിനോട് പറയുകയാണ്, താങ്ക് യു മനീഷ്, ഞാൻ പ്രിയയുടെ സ്കൂൾ ഫീസ് അടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മേഘ എന്നോട് അടക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് നന്ദി, നിങ്ങൾ വന്നിട്ടെങ്കിലും പ്രിയയുടെ സ്കൂൾ ഫീസ് അടച്ചല്ലോ, ഒരുപാട് സന്തോഷം.
അതിനുശേഷം ചന്ദ്രിക മേഘയെ നോക്കുന്ന സമയത്ത് മേഘ ദേഷ്യത്തോടെയും അപമാനത്തോടെയും നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്രിക മേഘയോട് പറയുന്നുണ്ട്, ഞാൻ അന്യായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പ്രിയയുടെ സ്കൂൾ ഫീസ് അടക്കുന്നത് നിനക്ക് തടയാൻ സാധിക്കും. പക്ഷേ മനീഷ് പ്രിയയുടെ അച്ഛനാണല്ലോ, അതുകൊണ്ട് നിനക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് സ്കൂൾ ഫീസ് അടക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തവും ഉണ്ട്. പ്രിയ ആ സ്കൂളിൽ തന്നെ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാത്സല്യത്തോടെ പ്രിയയെ നോക്കുവാണ്. പക്ഷേ ചന്ദ്രിക പറയുന്നത് കേട്ടപ്പോൾ മുത്തശ്ശിയും മനോഹരനും പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ചന്ദ്രിക നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. മേഘയുടെ അഹങ്കാരമാണ് അതിന് സമ്മതിക്കാതിരുന്നത്. അവസാനം അവരോടൊക്കെ യാത്ര പറയുന്ന രീതിയിൽ കണ്ണുകൊണ്ട് കാണിച്ചിട്ട് ചന്ദ്രിക അവിടെ നിന്ന് പോവുകയാണ്. മേഘ അപമാനത്തോടെ നിൽക്കുന്ന സമയത്ത് മനോഹരൻ സ്വയം പറയുന്നുണ്ട്, നന്നായിട്ട് സംസാരിച്ചിട്ടാണ് അവൾ പോയത്. അപ്പോൾ പ്രിയാണെങ്കിൽ സന്തോഷത്തോടെ അച്ഛനോട് പറയാണ്, ഹായ്, ഞാൻ ഇനിയും ആ സ്കൂളിൽ തന്നെ പഠിക്കുമല്ലോ, ഞാൻ മലറിനോട് പോയിട്ട് ഇത് പറഞ്ഞിട്ട് വരാം എന്ന് സന്തോഷത്തോടെ പറയാണ്. അപ്പം മനീഷു സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ഓടിപ്പോകുന്ന സമയത്ത് മനോഹരൻ പിന്നിൽ നിന്ന് വിളിച്ചു പറയണം, മെല്ലെ ഓട് അല്ലെങ്കിൽ താഴെ വീഴും. മനീഷ് അവിടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ശബ്ദം താഴ്ത്തി ദേഷ്യത്തോടെ മേഘയോട് പറയുന്നുണ്ട്, മേഘ, വീട്ടിന് മുന്നിൽ വന്നയാളെ മുറ്റത്ത് നിർത്തിയാണോ സംസാരിക്കുന്നത്? അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി സംസാരിക്കും മേഘ. മനോഹരനും അത് ശരിവെക്കുകയാണ്. പക്ഷേ മേഘയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അവൾ സാധാരണ പറയുന്ന അതേ അഹങ്കാരത്തോടെ തന്നെയാണ് മനീഷിനോട് സംസാരിക്കുന്നത്. സ്കൂൾ ഫീസ് അടച്ചില്ലേ, ഇനി എന്താ വേണ്ടത്, പോവാൻ നോക്ക്. മേഘ പറഞ്ഞത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും മനോഹരനും ആകെ വല്ലാതാവുകയാണ്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, മേഘ, നീ എന്തിനീ ചെറിയ വീട്ടിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നമുക്ക് വലിയൊരു വീടെടുത്തിട്ട് നന്നായിട്ട് ജീവിക്കാം. മേഘ അവളുടെ ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ ഈ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് ആ വലിയ വീട്ടിലേക്ക് മാത്രമായിരിക്കും, വേറെ എങ്ങോട്ടും ഞാൻ വരില്ല. ചന്ദ്രികയിൽ നിന്നും ആ വീട് തിരിച്ചെടുക്കാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. മേഘയുടെ സംസാരം കേട്ടപ്പോൾ മനോഹരനും മുത്തശ്ശിക്കും പുച്ഛം തോന്നുവാണ്. അതുപോലെ തന്നെയാണ് മനീഷാണെങ്കിലും അവളോട് പറയുന്നുണ്ട്, നീയൊന്നും ഒരിക്കലും നന്നാവാൻ ശ്രമിക്കില്ല മേഘ. നിന്റെ അഹങ്കാരം തന്നെയായിരിക്കും നിന്റെ നാശത്തിന് കാരണമാവുന്നത്. നീ എന്തെങ്കിലും ചെയ്യ്, എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിച്ച് ഇപ്പം യാതൊരു ടെൻഷനും ഇല്ല. പക്ഷേ എൻ്റെ മകളെ നന്നായിട്ട് നോക്കണം, എനിക്കത് മതി. അവൾ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാൻ പ്രിയ ഇവിടെ നിന്റെ കൂടെ നിർത്തുമെന്ന് നീ കരുതരുത്. ഞാൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോവും. മേഘ അപ്പോഴും അഹങ്കാരത്തോടെ അവനെ നോക്കി നിൽക്കുകയാണ്. മനീഷാണെങ്കിൽ ഇവളെ മാറ്റാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷേ മനീഷിന് പ്രിയയോടുള്ള സ്നേഹം കണ്ടപ്പോൾ മുത്തശ്ശിയും മനോഹരനും അതിശയിച്ചു പോവുകയാണ്. മുത്തശ്ശി ഇങ്ങനെ അവനെ ഒരു സ്നേഹത്തോടെ നോക്കുവാണ്, ഒരു കുഞ്ഞിനോടുള്ള ഒരു പിതാവിൻ്റെ ആ ഒരു സ്നേഹം കാണുന്ന ടൈമിൽ. അപ്പോൾ മനീഷ് അവിടുന്ന് പോകുന്ന സമയത്ത് മനോഹരൻ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്, ഏയ് മനീഷ്, ഞങ്ങളെയൊക്കെ കാണുമ്പോൾ നിനക്ക് പാവമായിട്ട് തോന്നുന്നില്ലേ? മേഘ പക്ഷേ മഹേഷ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയ സമയത്ത് ജാനകി മുറ്റത്ത് ഉമ്മറത്തിരിക്കുകയാണ്. അതുപോലെ സിദ്ധാർത്ഥാണെങ്കിൽ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കടുത്തേക്ക് ചന്ദ്രിക വന്നിട്ട് കോഫി എടുക്കാൻ വേണ്ടിയിട്ട് ജാനകിക്ക് നേരെ നീട്ടുകയാണ്. അതെടുത്തുകൊണ്ട് ജാനകി സ്നേഹത്തോടെ പറയുന്നുണ്ട്, ചന്ദ്രിക, കല്യാണ കത്തൊക്കെ പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ക്ഷണക്കത്തിലും മഞ്ഞൾ വെച്ചിട്ട് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ക്ഷണിക്കാൻ വേണ്ടി തുടങ്ങാൻ പറ്റുള്ളൂ. ശരിയമ്മായി, ഞാൻ എല്ലാ ക്ഷണക്കത്തിലും ഇന്ന് തന്നെ മഞ്ഞൾ വെച്ചിട്ട് തീർത്തേക്കാം എന്ന് പറഞ്ഞതിന് ശേഷം സിദ്ധാർത്ഥിന് നേരെ കോഫിയായിട്ട് പോവുകയാണ് ചന്ദ്രിക. സർ, കോഫി എടുത്തോ സർ. അപ്പോൾ സിദ്ധാർത്ഥ അതിശയത്തോടെ പറയാണ്, ചന്ദ്രിക, കോഫി കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ടുണ്ടാവുമായിരുന്നു, ഞാൻ ഇപ്പോൾ കരുതിയതേ ഉള്ളൂ. അപ്പം തന്നെ നീ കോഫിയായിട്ട് വന്നല്ലോ. സിദ്ധു പറയുന്നത് കേട്ടപ്പോൾ ജാനകിയും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സിദ്ധു കൈ കഴുകിയതിന് ശേഷം കോഫി എടുത്ത് കുടിക്കുകയാണ്. ശരി സർ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഒരു നിമിഷം അവിടെ നിൽക്ക്. എന്താ നിനക്ക് അതിനു മാത്രം ജോലി എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുകയാണ്. ആ സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അവരാരും മഹേഷിനെ കണ്ടിട്ടില്ല. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നമ്മുടെ രണ്ടുപേരുടെയും കല്യാണ ക്ഷണക്കത്ത് പ്രിൻ്റായി വന്നിട്ടുണ്ട്. അതിലൊക്കെ മഞ്ഞൾ തേക്കാൻ വേണ്ടിയിട്ട് അമ്മായി പറഞ്ഞിട്ടുണ്ട്. എനിക്കത് മുഴുവനായിട്ട് ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. ഞാൻ പോയിട്ട് അത് ചെയ്തു തീർക്കട്ടെ. ജാനകി അത് കേട്ട് പുഞ്ചിരിച്ചപ്പോൾ സിദ്ധുവും പറയാണ്, അതെ അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ, നീ ആദ്യം പോയിട്ട് അത് ചെയ്തു തീർക്ക്. അത് കേട്ടുകൊണ്ടാണ് മഹേഷ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ദേഷ്യത്തോടെ വരികയാണ്. ചന്ദ്രികയാണെങ്കിൽ അകത്തേക്ക് അവളുടെ ജോലി ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. അപ്പോൾ മഹേഷ് നേരെ വന്നത് ജാനകിയുടെ അടുത്തേക്കാണ്. ജാനകി ചെറുതായിട്ടൊന്ന് ഭയന്ന് നിൽക്കുന്ന സമയത്ത് മഹേഷ് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ഞാനെന്ന് അത്രയ്ക്ക് പറഞ്ഞിട്ടും നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണ ക്ഷണക്കത്ത് അടിച്ചത്? സിദ്ധുവും ചന്ദ്രിക അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ മഹേഷ് ജാനകിയോട് പറയുന്നുണ്ട്, ഈ കല്യാണം നടക്കാൻ പാടില്ല. ഞാൻ അന്ന് ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് നിങ്ങളോട് മാപ്പ് ചോദിച്ചതല്ലേ. പിന്നെ ചന്ദ്രികയെ എൻ്റെ കൂടെ ചേർത്ത് വെക്കാതെ സിദ്ധാർത്ഥിൻ്റെ കൂടെ ചേർത്ത് വെക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്?
ഒരു കാര്യം ഞാൻ പറയാം, ഈ കല്യാണം നടക്കാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് ചന്ദ്രികയും മലരിനെയും തിരിച്ചു വേണം. അത് കേട്ടപ്പോൾ ചന്ദ്രികയും സിദ്ധാർത്ഥമൊക്കെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ജാനകിയും. സിദ്ധുവിന് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, നോക്ക് ഇങ്ങോട്ട് നോക്ക് മഹേഷ്, നിനക്കും ചന്ദ്രികയ്ക്കും മുന്നേ തന്നെ ഡൈവോഴ്സ് ആയതാണ്. ഡൈവോഴ്സ് ആയതിനു ശേഷവും ചന്ദ്രിക തന്നെയാണ് എൻ്റെ ഭാര്യ എന്നുള്ള വലിയ അഹങ്കാരത്തോടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ നിന്നോട് ഇതുപോലെ മര്യാദയോടെ ആയിരിക്കില്ല പെരുമാറുന്നത്. മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ നോക്ക്. മഹേഷ് ദേഷ്യത്തോടെ സിദ്ധുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഇനി ഒരു പ്രാവശ്യം കൂടി ചന്ദ്രികയുടെയും മലറിൻ്റെയും ജീവിതത്തിൽ നീ വന്ന, അവരെ നിനക്ക് വേണമെന്ന് നീ അവകാശപ്പെട്ട, മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. മഹേഷ് ഒന്നും പറയാതെ സിദ്ധുവിനെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, നിന്നോടല്ലേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ? ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളുവാണ്. അത് കണ്ട് ജാനകി ചന്ദ്രികയൊക്കെ ഭയന്ന് നിൽക്കുകയാണ്. മഹേഷ് ആണെങ്കിൽ അവിടെ കിടന്നിട്ട് ദേഷ്യത്തോടെ സിദ്ധുവിനെ നോക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, എന്താടാ ഇത്ര അഹങ്കാരത്തോടെ നോക്കുന്നത്? ഇറങ്ങിപ്പോവാൻ നോക്കടാ. മഹേഷ് നല്ലൊരു പ്രതികാരത്തോടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവൻ എഴുന്നേറ്റ് വന്ന് സിദ്ധുവിനോട് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയും എൻ്റെ മോളെയും എന്നിൽ നിന്ന് അകറ്റിയതും പിരിച്ചതും നീയാണ്. അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും അവൻ കരുതിയിട്ടുണ്ടായിരുന്ന കത്തി എടുക്കുകയാണ്. അത് കണ്ടിട്ട് ജാനകിയും ചന്ദ്രികയൊക്കെ ഭയന്ന് നിൽക്കുകയാണ്. സിദ്ധാർത്ഥും പെട്ടെന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏയ് എന്താ നീ ചെയ്യാൻ വേണ്ടി പോകുന്നത്? മഹേഷ് മര്യാദയ്ക്ക് കത്തി താഴെയിടാൻ നോക്ക്, സിദ്ധു പറയുന്നുണ്ട്. പക്ഷേ മഹേഷ് രണ്ടും കൽപ്പിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പറയുന്നത് പോലും തീരുന്നത് മുന്നേ സിദ്ധാർത്ഥിൻ്റെ വയറ്റിലേക്ക് മഹേഷ് കത്തി കുത്തി ഇറക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.